നമസ്കാരം പ്രിയമുള്ളവരെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് എത്ര സീറ്റ് ലഭിക്കുമെന്നതിനെക്കുറിച്ച് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിശകലനം നടത്തിയെന്ന വാർത്തകൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. CPMന്റെ അവലോകനം, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച്, ബൂത്ത് തലങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അവലോകനത്തിൽ ഉരുത്തിരിയുന്നത് 45 സീറ്റുകൾ കോർപ്പറേഷനിൽ LDF പിടിക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ്. 10 സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നും LDFന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തുന്നു. എന്ന് പറയുമ്പോൾ CPMന് പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വലിയ ആത്മവിശ്വാസം LDF പ്രകടിപ്പിക്കുന്നില്ല. നേരത്തെ 60 സീറ്റ് വരെയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വിശകലനങ്ങളിൽ LDF അവകാശപ്പെടുന്നത്, ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും കൂടി അവകാശപ്പെടുന്നത് 45 സീറ്റാണ്. 10 സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നും വിലയിരുത്തുന്നു. നേരത്തെയൊക്കെ നമുക്കറിയാം, CPMന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി തയ്യാറാക്കുന്ന സീറ്റുകൾ അത് വലിയ രീതിയിലൊന്നും കുറയുന്ന ഒരു പ്രവണതയില്ല. വളരെ കൃത്യമായിരിക്കും. കാരണം അത്രത്തോളം അടിത്തറയുള്ള, അത്രത്തോളം ഗ്രൂപ്പ് തലത്തിലും അല്ലെങ്കിൽ ബൂത്ത് തലത്തിലുമൊക്കെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന, റിപ്പോർട്ടുകൾ ശേഖരിക്കുവാൻ കഴിയുന്ന ഒരു പാരമ്പര്യവും കേഡർ സ്വഭാവവും ഒക്കെയുള്ള പാർട്ടിയാണ് CPM. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി CPMന്റെ വിലയിരുത്തലുകൾ തെറ്റുന്നുണ്ട്. എന്തായാലും CPM ഇപ്പോൾ 45 സീറ്റുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉറപ്പിക്കുന്നത്. 10 സീറ്റുകളിൽ കടുത്ത മത്സരം ഉണ്ട് എന്ന് പറയുന്നു. നമുക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ ഒക്കെ ഒരു CPM വിലയിരുത്തൽ വിശകലനം ചെയ്യുമ്പോൾ CPM വിലയിരുത്തുന്നതിനേക്കാളും കുറച്ചു സീറ്റുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 45 സീറ്റാണ് CPM പ്രതീക്ഷിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഒരു 35 സീറ്റൊക്കെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. CPMന് 10 സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. അതായത് CPMും കോൺഗ്രസും BJPയും ഒക്കെ കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 10 സീറ്റുകളുണ്ട്. അതിലൊരു 4 സീറ്റ് കൂടി CPMന് പ്രതീക്ഷിച്ചാൽ പോലും ഒരു 39 സീറ്റിൽ CPMന്റെ പ്രകടനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിൽക്കും എന്നു തന്നെയാണ് സൂചനകൾ. അതായത് കടുത്ത ഒരു ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് വസ്തുതകളൊക്കെ സൂചിപ്പിക്കുന്നത്. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള മാധ്യമ ചർച്ചകളുടെയും വിശകലനയും അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. കേരളത്തിലെ മിക്ക ദൃശ്യമാധ്യമങ്ങളും ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് കടുത്ത മത്സരം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കും. പ്രത്യേകിച്ചും CPM ഇതുമായി ബന്ധപ്പെട്ട് ചില പരസ്പര പഴിചാരലുകളൊക്കെ ആ യോഗത്തിൽ നടത്തിയെന്ന വസ്തുത കാണുന്നുണ്ട്. 4 ഏരിയ സെക്രട്ടറിമാർ ഈ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു, കോർപ്പറേഷൻ ഇലക്ഷനിൽ. അതുകൊണ്ട് തന്നെ ആ ഏരിയ കമ്മിറ്റികളുടെ ഇലക്ഷൻ ക്രോഡീകരണമൊക്കെ മന്ദീകരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. കാരണം ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്. അവരവരുടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ ഇലക്ഷൻ ക്രോഡീകരണത്തിലൊക്കെ അപാകതകളുണ്ടായി. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, നേതാക്കന്മാർ പരസ്പരം വിമതന്മാരെ സപ്പോർട്ട് ചെയ്ത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നതോടൊപ്പം തന്നെ CPMന്റെ പ്രതീക്ഷകൾ ഒരു പരിധിവരെ അസ്തമിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായേക്കാം CPM എന്ന വിലയിരുത്തലുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതോടനുബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും CPMന് തിരിച്ചടി ഉണ്ടാകുക തീരദേശ ന്യൂനപക്ഷ മേഖലകളിലാണ്. മുസ്ലിം ക്രൈസ്തവ മേഖലകളിലും അതുപോലെ തീരദേശ മേഖലകളിലുമാണ്. തീരദേശ മേഖലകളിലും തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിലും ഈ 2 സമുദായങ്ങളാണ് കൂടുതൽ. ആ മേഖലകളിൽ UDF നേട്ടം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ UDF മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ഒരു ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നു. ഒരുപക്ഷെ 1-2 സീറ്റൊക്കെ ഏതെങ്കിലുമൊക്കെ സ്വതന്ത്രന്മാർ നേടിയേക്കാം. അവരെ LDFും UDFും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുകയും അവർ മേയറാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്താലും അത്ഭുതപ്പെടാനില്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഒരുപക്ഷെ LDFും UDFും മേയർ സ്ഥാനത്തേക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി സ്വതന്ത്രനായി ജയിക്കുന്ന ആരെയെങ്കിലും ഒരുപക്ഷെ LDFും UDFും ഒന്നിച്ചു നിന്ന് പിന്തുണച്ച് അവരെ മേയറാക്കിയേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. BJPയും പ്രതീക്ഷിക്കുന്ന അത്ര ഒരു സീറ്റിലേക്ക് പോകത്തില്ല. BJPയും ഏകദേശം ആ സീറ്റിലേക്ക് പോകത്തുള്ളൂ. 30-32 സീറ്റിനകത്തേ പോകത്തുള്ളൂ. UDFും നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് വിശകലനങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. ഏകദേശം നെക്ക് ടു നെക്ക്, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനെ അവലംബമാക്കി CPM അവരുടെ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും നടത്തിയ വിശകലനങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം കോർപ്പറേഷനിൽ വരികയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ ആധികാരിക വിജയം LDF നേടിയേക്കാം. UDF സീറ്റ് നില മെച്ചപ്പെടുത്താം എന്നത് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിൽ നിന്ന് ഒരു 15 സീറ്റ് വരെയൊക്കെ കോൺഗ്രസ് പോയേക്കാം. കോൺഗ്രസിന് പൊതുവായ തെക്കൻ ജില്ലകളിൽ
നേട്ടമുണ്ടാകും. പക്ഷേ ഒരുപക്ഷേ CPM തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നതെങ്കിലും നേട്ടമുണ്ടാകും എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോട്ടയം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി അസ്തമിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന വിലയിരുത്തൽ തന്നെയാണ് പുറത്തു വരുന്നത്. മിക്ക മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലും വാർഡുകളിലും ഒക്കെ UDF മുന്നോട്ട് വരും. അത് തന്നെയാണ് വിലയിരുത്തൽ നടത്തപ്പെടുന്നത്. ഒരുപക്ഷെ പാലാ മുനിസിപ്പാലിറ്റി വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിയേക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിനെ സഭ ഇടപെട്ട് UDFിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. കാരണം അത്രത്തോളം മോശമായേക്കാം കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രകടനം എന്ന് തന്നെയാണ് കോട്ടയം ജില്ലയിൽ നിന്ന് കിട്ടുന്ന വിശകലനങ്ങളും. മാത്രമല്ല, പ്രത്യേകിച്ചും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് വിശാരദന്മാരുടെ ഒക്കെ അവലോകനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യവും തന്നെയാണ്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം. കേരള കോൺഗ്രസ് എമ്മും ജോസഫും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഒരു ബാർഗെയിനിങ് പവറായി അവർക്ക് മാറുവാൻ പറ്റൂ എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. ഇലക്ഷന് ശേഷം അവർ രണ്ടുപേരെയും ഒന്നിച്ച് UDFിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം എന്ന ഒരു ചർച്ച വരുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് ഏകദേശം 200 സീറ്റിൽ താഴെ മാത്രമേ ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം കൂടി ഒരു 200 സീറ്റിന് താഴെ മാത്രമേ കിട്ടൂ എന്ന വിശകലനം തന്നെയാണ് നടത്തപ്പെടുന്നത്. ജോസഫ് ഗ്രൂപ്പിനും അങ്ങനെ തന്നെ ഒരു സീറ്റുകൾ ലഭിക്കുവാനാണ് സാധ്യത. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിനുള്ള ഒരു പ്രാമുഖ്യം നഷ്ടപ്പെടും. അവരുടെ വോട്ടുകൾ പരമ്പരാഗതമായി ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ്. അത് എന്തായാലും കോൺഗ്രസ് നേടും എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തലുകൾക്ക് വരുന്നത്. അതിൻ്റെ ഒരു ആരംഭം നമ്മൾ പുതുപ്പള്ളി ബൈ ഇലക്ഷനിൽ കണ്ടതാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒക്കെ വോട്ടുകൾ, കേന്ദ്രങ്ങളിലെ വോട്ടുകൾ അത് ചാണ്ടി ഉമ്മൻ അനുകൂലമായി വീണിട്ടുള്ളതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പോക്കറ്റുകളിൽ കോൺഗ്രസിന് അനുകൂലമായ, അല്ലെങ്കിൽ അവിടെ മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായാണ് കോട്ടയത്തെ കേരള കോൺഗ്രസ് എമ്മിലെ അവരുടെ പോക്കറ്റുകളിലെ വോട്ടുകളൊക്കെ വീണിട്ടുള്ളത് എന്നൊരു വസ്തുതയും കൂടി വിലയിരുത്തുമ്പോൾ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അസ്തമയനത്തിന്റെ തുടക്കം തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് മാധ്യമങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും രാഷ്ട്രീയ വിശാരദന്മാരും ഒക്കെ അങ്ങനെ ഒരു രീതിയിൽ വിശകലനങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും UDFിനെ സംബന്ധിച്ച് കോട്ടയം ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ